ഒരു സമചതുരത്തിലെ വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം എത്ര? ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ സമചതുരം എന്നാണ് പറഞ്ഞത്. സോ ആദ്യം തന്നെ ഞാൻ ഒരു സമചതുരം വരയ്ക്കാൻ പോവാണ്. ഇതാണ് ഒരു സമചതുരം. ഇതിന്റെ ഒരു സൈഡ് ഞാൻ എ ആയിട്ട് എടുക്കാൻ പോവാണ്. ഇത് സമചതുരം ആയതുകൊണ്ട് എല്ലാ വശവും സെയിം ആയിരിക്കും. സോ ഇത് എ ആയതുകൊണ്ട് ഈ ഓരോ സൈഡും എ ആയിരിക്കും. ഇതാണ് ഒരു സമചതുരം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം. സോ വശത്തിന്റെ നീളം ബൈ ചുറ്റളവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു വശത്തിന്റെ നീളം, അതായത് ഒരു വശത്തിന്റെ നീളം എന്നാണ് ചോദിക്കുന്നത്. സോ ഒരു വശത്തിന്റെ നീളം എ ആയിരിക്കും. സോ മേലെ ഞാൻ എ എഴുതി ബൈ, താഴെ ചുറ്റളവാണ് എഴുതേണ്ടത്, ചുറ്റുള്ള അളവ്. സോ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ, 4 എ ഉണ്ടാവും. സോ ഇവിടെ 4 എ. എനെ നമുക്ക് 1 ഇൻറ്റു എ എഴുതാൻ പറ്റും, കാരണം ഏതൊരു നമ്പറിനും 1 ഇൻറ്റു ആ നമ്പർ എഴുതാൻ പറ്റും. ശേഷം മേലെയും താഴെ നോക്കുകയാണെങ്കിൽ എയും എയും ഉണ്ട്, അത് രണ്ടും കട്ടായി പോയി. ദാറ്റ്സ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. സോ അനുപാതം നമുക്ക് കിട്ടി 1/4. അത് റേഷ്യോയിൽ പറയുകയാണെങ്കിൽ 1:4 ആയിരിക്കും നമ്മളെ അനുപാതം. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ ഫൈനൽ ആൻസർ. എങ്ങാനും നേരെ തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ, ചുറ്റളവും വശത്തിന്റെ നീളവും തമ്മിലുള്ള അനുപാതമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മേലെ ചുറ്റളവ് എഴുതണം, താഴെ വശം എഴുതണം. ദാറ്റ്സ് ഈക്വൽ ടു 4a ബൈ 1a. ദാറ്റ്സ് ഈക്വൽ ടു 4a/1. അപ്പം എന്തായിരിക്കും അനുപാതം വരിക? 4:1. ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്.